എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൗഖ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി എടപ്പാൾ ഹോസ്പിറ്റലിൽ ചെയർമാൻ ഡോക്ടർ ഗോപിനാഥ് സാറാണ്. സാർ സ്വാഗതം. സോ 35 വർഷത്തെ ഒരു ജേണിയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു സാർ? എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അതായത് ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഐ ബിലോങ് ടു തൃശ്ശൂർ. ഞാൻ ട്രാൻസ്ഫറായിട്ട് പൊന്നാനി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നതാണ്. വളരെ ആക്സിഡൻ്റലായിട്ട് ആണ് ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നത്. അങ്ങനെ തുടങ്ങാനായിട്ട് ഫ്രണ്ട്സൊക്കെ കൂടി നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഈ ഹോസ്പിറ്റലായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഐ സ്റ്റിൽ ലവ് ഹെൽത്ത് സർവീസ്. ഫസ്റ്റ് ടൈം സാർ 90s നമ്മൾ ഹോസ്പിറ്റലിൽ തുടങ്ങിയപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഗൈനക് ഹോസ്പിറ്റലായിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പം അതിനുശേഷം നമ്മൾ IVF വന്നു. ഇപ്പോഴാണെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയ ഫീറ്റൽ മെഡിസിനിലോട്ട് വരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജേണി, അതായത് ഈ ഒരു ഓരോരോ പാർട്ടായിട്ട് സാർ ഈ ചേഞ്ചസ് വരുത്തിയത്, അതിന് എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും, അതോ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടാകും? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ടാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നത്. പക്ഷെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു സിംഗിൾ ഗൈനക്കോളജിസ്റ്റിന് എപ്പോഴും കൊടുക്കുന്ന സർവീസും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാവുന്ന ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ സർവീസ് ഓഫ് ദ പേഷ്യൻസ്. അപ്പോൾ ഞാൻ എപ്പോഴും അന്ന് തുടങ്ങിയത് പറഞ്ഞ ആക്സിഡൻ്റ് ആണെങ്കിലും എൻ്റെ കൂടെ 2-3 ഗൈനക്കോളജിസ്റ്റിനെ കൂടെ നിർത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ കേരളത്തിലെ ഫസ്റ്റ് ലാപ്രോസ്കോപ്പിക് സർജനായിരുന്നു. അതായത് നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങുന്നത് 90-ലാണ്. പക്ഷെ ഞാൻ ലാപ്രോസ്കോപ്പി 79 മുതൽ ചെയ്യുന്ന ആളാണ്. പ്രാക്ടീസ് ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ആക്ച്വലി ഐ വാസ് ഓൾറെഡി എ ലാപ്രോസ്കോപ്പിക് സർജൻ. അന്ന് വളരെ റയറായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. വളരെ ചുരുക്കം പേർക്ക് അതറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 91-ൽ തന്നെ ഞങ്ങൾ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് ഇൻ ഒബ്സ്റ്റെറ്റിക്സ്, അതും ഈ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിക്ക് ഒബ്സ്റ്റെറ്റിക്സിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ നല്ല ടീം ഓഫ് ഡോക്ടേഴ്സ്, എക്സ്പീരിയൻസ് ഇൻ ലാപ്രോസ്കോപ്പി, അവൈലബിലിറ്റി ഓഫ് ദ അൾട്രാസൗണ്ട്, ഈ 3 കാര്യങ്ങളും ആക്ച്വലി ഞങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി IVF തുടങ്ങാനായിട്ടുള്ള അലോങ് വിത്ത് എ ഗുഡ് ടീം we could do it in 96 for the second IVF center of Kerala and first ICSI baby, that's an advanced form of IVF. ICSI തുടങ്ങാനുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. വന്ന ഈ ഞങ്ങളുടെ ടീം വർക്കും ഇത്ര ഫെസിലിറ്റീസും ആക്ച്വലി ഫ്രം ഒരു 50-60 ഡെലിവറിയിൽ നിന്ന് ഞങ്ങൾ 500 ഡെലിവറി വരെ ഒരു മാസം ഈ ഹോസ്പിറ്റൽ, അന്നത്തെ ഇപ്പം അത്രയൊന്നും ഇല്ലെങ്കിലും അന്ന് ഒരു 500 ഡെലിവറീസ് വരെ ഒരു മാസം ഞങ്ങൾക്ക് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള, സാധാരണ ഒരു ഹെൽത്ത് പെരിഫറൽ ഹോസ്പിറ്റൽ ലൈക്ക് അവേഴ്സ് ഇറ്റ് വാസ് നോട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ഓഫ് എടപ്പാൾ ഹോസ്പിറ്റൽ. ഇത്രയധികം now we have completed 110,000 deliveries in this institution. പക്ഷേ ഒരു പ്രോബ്ലം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് വാസ്, ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളുണ്ടാവുകയാണ്. 500 ഡെലിവറി എന്ന് പറഞ്ഞാൽ 500 കുട്ടികളുണ്ടാവുകയാണ്. ഈ പലപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് അബോർഷൻസ് കൂടാ, ഒക്കെ ഒരുപാട് അംഗവൈകല്യങ്ങൾ കൂടാ. പിന്നെ ഈ IVF ഒക്കെ തുടങ്ങിയത് കൂടിയിട്ട് ഒരുപാട് പ്രായമുള്ള അമ്മമാർ, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒക്കെ ഒരുപാട് കാണാൻ തുടങ്ങി. പക്ഷേ അവർക്ക് കൂടെയും ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പലപ്പോഴും അവർക്ക് കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ അങ്ങനെയാണ് ഈ ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. പക്ഷേ അന്ന് ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിനെ പറ്റിയിട്ടുള്ള അറിവ് കൂടുതൽ, നമ്മൾ വെറുതെ കൈ കൊണ്ട് പിടിച്ച് നോക്കി, BP നോക്കി, ഹൈറ്റ് നോക്കുന്നല്ലാതെ
സ്കാൻ കണ്ടൊരു ഗൈനക്കോളജിസ്റ്റ് കുട്ടീനെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് അബോർഷൻസ് അല്ലെങ്കിൽ ബേബി നഷ്ടപ്പെടുത്താതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നി. പക്ഷെ അന്ന് അങ്ങനെ ഒരു ട്രെയിനിങ് ഉള്ള ആരും ഉണ്ടായിരുന്നില്ല കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആരും ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ മുകുന്ദൻ മേനോൻ. അദ്ദേഹത്തിനോട് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു നിനക്ക് ഈ സ്പെഷ്യാലിറ്റിക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹി വാസ് വെരി മച്ച് പോസിറ്റീവ് ഫോർ മീ. ആൻഡ് അയാൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ തന്നെ സ്കാനിങ് ഒക്കെ ട്രെയിൻ ചെയ്തു. പിന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചു, ലണ്ടനിലേക്ക് പറഞ്ഞയച്ചു 3-4 മാസം ട്രെയിനിങ്ങിന്. ആൻഡ് ഹീ ടുക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ടു ഹെഡ് അപ്പ് ദ യൂണിറ്റ്. അതായത് അത്യാവശ്യം പ്രഷ്യസ് ആയ പ്രഗ്നൻസീസ് ദാറ്റ് നീഡ്സ് ബെറ്റർ കെയർ, ഇൻഡിവിജ്വൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ്. ആൻഡ് ദാറ്റ് വാസ് ദി ബർത്ത് ഓഫ് ഫസ്റ്റ് ഫീറ്റോമെറ്റൽ യൂണിറ്റ് ഓഫ് കേരള, പ്രോബ്ലി സൗത്ത് ഇന്ത്യ, ആസ് ബൈ എ ഗൈനക്കോളജിസ്റ്റ്. അങ്ങനെയാണ് ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ തുടങ്ങുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി നൗ യു ക്യാൻ എൻക്വയർ ഇപ്പോൾ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോട് അല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനും ഗർഭിണിയെ നോക്കാൻ പറ്റാത്ത ഒരു ലെവലിലെത്തി. 25 വർഷം മുമ്പ് ഞങ്ങളത് തുടങ്ങിയതാണ്. അന്ന് എവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളെ ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഫീറ്റൽ മെഡിസിൻ യൂണിറ്റ് ഡോക്ടർ ലൈക്ക് ദാറ്റ്. ടീം വർക്കിന്റെ റിസൾട്ട് ആണെന്ന് തന്നെ നമുക്ക് പറയാം. Team work. See, we have another thing. I'm very lucky to say that we have 3 postgraduate courses in our institution recognized by national board. Okay. Like DNB, that's equivalent to MD gynecology. അതെ. Fellowship in reproductive medicine, that is a post MD fellowship ആണ്. ഫീറ്റൽ പിന്നെ അതുപോലെ ഫെലോഷിപ്പ് ഇൻ ഫീറ്റൽ മെഡിസിൻ. ഈ 3 സ്പെഷ്യാലിറ്റി ഉള്ള പ്രോബ്ലി ഐ ഡോണ്ട് നോ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഹാവിങ് ദ 3 കോഴ്സസ് അണ്ടർ വൺ റൂഫ്. ആൻഡ് വി ഹാവ് ട്രെയിൻഡ് ഓൾമോസ്റ്റ് 500-600 പീപ്പിൾ all over India from this small institution in a small village like Adapal. Probably that is my most prestigious achievement, I should say, that I could train so many people all over India. See, it is very difficult to get people from Delhi, Kashmir and all to come and training in stay with us for 1 year and get trained from place like Adapal. Nobody will believe that situation. I think that is my biggest achievement actually in my life. അതാണ് ഒരു ഗ്രാമത്തിൽ ഇത്ര അഡ്വാൻസ്ഡ്, അതും 2000 പ്ലാൻ ചെയ്തു. 2000 തുടങ്ങി ഞങ്ങൾ. 2000 തുടങ്ങി 25 years കംപ്ലീറ്റ് ചെയ്തു. Even now proper fetal medicine department like ours, now we have got 3 fetal medicine department, one in Adapal, one in Tuchur, one in Kochi, with all modern facilities of all advanced thing in that unit. Okay. Last treatment of teens-ന് കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള സൗകര്യം, വയറിലുള്ള കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള സൗകര്യം. I can't explain you what are the new specialties in that department, but almost all specialty services in fetal medicine we are giving in all the 3 hospitals. Okay. എല്ലാ ഫെസിലിറ്റി കുഞ്ഞിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഇന്നത്തെ കണ്ടീഷനിൽ ചെയ്യാവുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷനും ഞങ്ങൾ കൊടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. അമ്മേനെയും കുഞ്ഞിനെയും കംപ്ലീറ്റ് ആയിട്ട് സേവനത്തിൽ മെയിൻലി അമ്മയേക്കാൾ കൂടുതൽ ഫീറ്റസിനെയാണ് നമ്മൾ ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് മദർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടീനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പണ്ട് കാലത്ത് ഈ IVF വളരെ കുറവായിരുന്നു, അങ്ങനെ ഒത്തിരി കേസസ് ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് IVF കൂടുതൽ നമ്മൾ ഏതൊരു കപ്പിൾസ് ആണെങ്കിലും അവരുടെ കരിയർ ഫോക്കസ്ഡ് ആണ്. ഒരു IVFലേക്ക് ഒരു കുട്ടി വേണ്ട എന്നുള്ളൊരു പ്ലാനിലേക്ക് പോയി പിന്നീട് IVFലേക്ക് മാറുന്നുണ്ട്. സോ ഇങ്ങനൊരു ചേഞ്ച് കംപ്ലീറ്റ്ലി ഇന്നത്തെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചേഞ്ചസിനെ ആസ് എ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഡോക്ടറിന് എന്ത് അഡ്വൈസ് കൊടുക്കാനുള്ള കപ്പിൾസിന്? ഒന്ന് IVF ഒക്കെ കൂടാനുള്ള കാര്യം അച്ഛൻ്റെ അമ്മയുടെ ഏജ് പലപ്പോഴും കൂടുതലായിരിക്കും അവർ മാരേജ് ആകുമ്പോൾ തന്നെ.
ഏജ് കൂടുന്തോറും അവരുടെ റീപ്രൊഡക്ഷൻ മദർ ഡിപ്പെൻഡഡ് ആണ് പലപ്പോഴും കുട്ടികൾ. സെമൻ ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും വലിയ കുഴപ്പമില്ല. അമ്മയുടെ എഗ് ആൻഡ് ഇസ് ദ മോസ്റ്റ് ഡിസൈഡിങ് ഫാക്ടർ ഇൻ ഹാവിങ് എ ബേബി. അമ്മയുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയാണ്. അത് ഏജ് കൂടുന്തോറും ഇപ്പോൾ നമ്മൾ മുടി നരയ്ക്കുന്ന കാര്യം അതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പം 20 വയസ്സിൽ 3 മാസം ട്രൈ ചെയ്താൽ കുട്ടികളുണ്ടാവുന്നതിന് പകരം 40 വയസ്സാണെങ്കിൽ സെയിം മദർ വിത്തൗട്ട് എനി പ്രോബ്ലം ഷീ ഹാസ് ടു ട്രൈ ഫോർ 400 months ടു ഹാവ് ദ സെയിം ചാൻസ് ഓഫ് കൺസെപ്ഷൻ. ഏജ് പലപ്പോഴും ഇപ്പോഴത്തെ കാരണം കൊണ്ട് നടക്കുന്നില്ല. പിന്നെ വെരി another interesting thing what I have seen in my professional life, see they, of course I told they get married late. അത് കല്യാണം കഴിച്ചാൽ തന്നെ അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ട. They want to settle, they want to have a house, they want to have a big car, or if they are staying apart, different places, they want to get a job together. Then only they want A baby. a baby. See, most interesting thing is though, first 2 or 3 years they avoid pregnancy by they enjoy sex, at the same time they avoid pregnancy. അതെ. പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് എന്താണ് പറ്റുക, അവർക്ക് അപ്പോൾ ഈ സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ ഒക്കെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഒരു സഡൻലി ദേ ഫീൽ ദേ ഷുഡ് ഹാവ് എ ബേബി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്ത് പറ്റും, അവർ ഈ പുസ്തകത്തിൽ പറയുന്നത് മാതിരി ഈ ഓവുലേഷൻ 14 ദിവസം ആകുമ്പോൾ ഉണ്ടാവുമെന്നറിയാം. ഇതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, എല്ലാവരും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എവിടെ നിന്നെങ്കിലും ഓടി വന്ന് 14 ദിവസം മാത്രം ബന്ധപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ്. സി വാട്ട് ഹാപ്പൻസ്, ഈ സെക്ഷൽ ലൈഫ് അൺലെസ് ദേ ഡു എൻജോയ് ഇൻ സെക്സ് ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ. സെക്സ് ഫ്രീക്വൻസി കുറയും തോറും ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ആരും മനസ്സിലാക്കുന്നില്ല. അവർ സാധാരണ നോർമൽ കോഴ്സിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നതിന് പകരം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ബന്ധപ്പെടുന്നത് ഇറ്റ്സ് എ ടോട്ടലി അഗൻസ്റ്റ് ദ ഫിസിയോളജി ഓഫ് റീപ്രൊഡക്ഷൻ. സെക്സ് ഷുഡ് ബി സ്പോണ്ടേനിയസ്, സെക്സ് ഷുഡ് ബി റെഗുലർ. അങ്ങനെ വരുമ്പോഴാണ് അത് ഏറ്റവും ചാൻസസ് കൂടുന്നത്. ആ ഒരു ഫാക്റ്റ് പലപ്പോഴും അത് ഒരു പരിധിവരെ ഞങ്ങളും കുറ്റക്കാരാണ്. ഈ ഡേറ്റ് നോക്കി ബന്ധപ്പെടാനൊക്കെ പറയും. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. റെഗുലറായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ എ ഗുഡ് സ്പേം കൗണ്ട്, സ്പേം ക്വാളിറ്റി. പിന്നെ ഈ ഓവുലേഷൻ നമ്മളിങ്ങനെ നോക്കി അതിനു വേണ്ടി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. സെക്സ് ഷുഡ് ബി സ്പോണ്ടേനിയസ്. എന്നാലാണ് ദാറ്റ് ഗീവ്സ് യു ബെറ്റർ ചാൻസസ് ഓഫ്. ഇത് ഒരിക്കലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എസ്പെഷ്യലി അപ്പർ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഓഫ് പേഷ്യൻസിന് ഒരിക്കലും ഇത് സംഭവിക്കുന്നില്ല. പ്രോബ്ലി ഐ തിങ്ക് മോർ ദാൻ 50% ഓഫ് ദി പേഷ്യൻസ്, എഡ്യൂക്കേറ്റഡ് കപ്പിൾസ് comes to us for treatment only because of their frequency of sexual life. They become infertile. Okay. So that is a very important transformation that we have seen from my experience of last 30. I used to be even before starting also I used to be infertility. That time we never asked about sexual frequency, how it is. But now I'll take half an hour to ask these things. They think no, just they tell, oh, we are very good at sex. That what they are telling, they are having sex on the 14th day. Okay. There, everybody now see the answer what they give. Now we are trying for pregnancy since 4 months. What does that mean? Why should you try for pregnancy? If they are having regular sexual life for 4 months, I can understand. Okay. Why somebody should try for pregnancy? It's a natural process. Okay. So totally it has become artificial. Probably that is one reason they don't have patience also. They are not willing to wait. They are not willing to do proper investigation. That many people take up advanced treatment like IVF. They don't want to spend time late. They don't suddenly they want to get pregnant. After 4 years, 5 years without doing anything, they want to have within 2 months they want to have a baby. Probably that is one reason there is a big rise in IVF treatment and all. Okay. They ask for that. കൂടുതൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ നമ്മളൊരു ഹോസ്റ്റലിലാണെങ്കിൽ അതിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേർക്കും PCOD എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട്. അതും PCOD ഈസ് ഓൾസോ ആക്ച്വലി ഒരു റോങ് കൺസെപ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്താ അറിയോ, PCOD എന്ന് വെച്ചാൽ ഓവറിയിൽ ചെറിയ ഇപ്പം നമ്മളിപ്പോൾ ഒരു തെങ്ങുമ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ചെറിയ കരിക്ക് അല്ലെങ്കിൽ മച്ചിങ്ങ മാത്രം, അഡൾട്ട്
കാണുന്നില്ല, അത്രേ അർത്ഥമുള്ളൂ. യു അണ്ടർസ്റ്റുഡ്? അത് ഒരു മച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയ കരിക്ക് മാത്രമേ ഉള്ളൂ, നാളികേരാവുന്നില്ല പലപ്പോഴും. ഓക്കെ. അത്ര കുറേ ചെറിയ ചെറിയ എഗ്സിനെ കാണുന്നു, വിച്ച് ഈസ് നോട്ട് മെച്യൂർ, അത്രയേ ഉള്ളൂ. PCOD പോളിസിസ്റ്റിക്, അതായത് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ചെറിയ എഗ്സ് കൂടുതൽ കാണുന്നു മാത്രമേ അർത്ഥം. ഒരു എനിക്ക് തോന്നുന്നത് അത് ഒരു 80% ഓഫ് ദ പേഷ്യൻസ്, നമ്മൾ മെൻസസ് ഇല്ലാത്തൊരു കുട്ടിക്ക് മെൻസസ് ആയി കുറച്ച് കഴിയുമ്പോൾ റെഗുലറായി വരികയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചാണ്. അല്ലാതെ പോളിസിസ്റ്റിക് ഓവറി എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നാറില്ല. അൺലെസ് അവർക്ക് വല്ലാണ്ട് മെൻസ്ട്രുവൽ ഡിസ്റ്റർബൻസ് വന്ന് ഭയങ്കര ബ്ലീഡിങ് ആവുകയും വല്ലാണ്ട് ഹെർസുട്ടിസം വരികയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, വല്ലാണ്ട് ഒബിസിറ്റി ഉണ്ടാവുകയും, ഈ 2-3 കാര്യങ്ങൾ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ബിക്കോസ് നമ്മൾ സ്കാൻ ചെയ്തോ PCOD എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എഫക്റ്റ് യുവർ ലൈഫ് സ്റ്റൈൽ ഓർ യുവർ ഹെൽത്ത് ഇൻ ദ ഫ്യൂച്ചർ. ഒരു ഹെൽത്തി ബേബി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫാമിലി, ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു അച്ഛൻ അമ്മ ഒരു കുട്ടിയാകുമ്പോഴാണ് ഫാമിലി ആവുന്നത്. സോ ഒരു ഹെൽത്തി ബേബിക്ക് വേണ്ടി ഒരു ഫീമെയിലും ഒരു മെയിലും ചെയ്യേണ്ട ഒരു അഡ്വൈസ് എന്താണ്, അവർ പ്ലാൻ ചെയ്യേണ്ടത് ഇനി ഫ്യൂച്ചറിലേക്ക് വേണ്ടി, അങ്ങനെ പറയുകയാണെങ്കിൽ ഡോക്ടർ എന്താ? അത് ഒരു അൺലെസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാസ് ഗോട്ട് some for the normal people, I don't think you need something to do to have a healthy baby. You eat this, you eat that, that's all nonsense. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നോർമൽ ഹെൽത്തി ഫുഡ് കഴിക്കുന്നിടത്തോളം കാലം ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് എ ഹെൽത്തി ലൈഫ്. വല്ലാണ്ട് ഡ്രങ്കാർഡ്, വല്ലാണ്ട് സിഗരറ്റ് വലിക്കുക, വല്ലാണ്ട് അഡിക്റ്റ് ആവുക, അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യരുതെന്നല്ലാതെ നോർമൽ ഫുഡ് വട്ട് എവർ യു ആർ ഈറ്റിംഗ്, നോർമൽ ഹെൽത്തി ഫുഡ് കഴിച്ച് നോർമൽ സെക്ഷൽ ലൈഫ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ടു ഡു എനിത്തിങ് എക്സ്ട്രാ ടു ഹാവ് എ ഹെൽത്തി ബേബി. don't eat this, don't eat nothing, you eat this like that എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് എ നോൺസെൻസ് അക്കോർഡിംഗ് ടു മൈ നോളജ്. ഒരു മിത്ത് പോലെ. വെറുതെ ആൾക്കാർ അതൊരു പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു വരും. It is okay, but it is really, it is not necessary. Yes, that's what I think. നമ്മൾ ആവശ്യമില്ലാതെ ഒരു തല വെച്ച് കൊടുക്കുന്നത് മാതിരിയാണ് ഞങ്ങളുടെ അടുത്ത്, അല്ലാതെ ആവശ്യമില്ല. നോ പ്രോബ്ലം. ഇപ്പോൾ ഡോക്ടർ ഇതിപ്പോൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത്, അതായത് അപ്പം പൊതുവേ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഫീമെയിൽസും മെയിൽസും രണ്ടുപേരും സ്മോക്കിങ്, ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്മോക്കിംഗ് എത്രത്തോളം ഇവരുടെ ഈ ഫെർട്ടിലിറ്റിനെ ബാധിക്കുന്നത്? ഐ തിങ്ക് ഇറ്റ് ഇസ് പക്ഷേ ഈ നമ്മൾ ഈ പറയുന്ന അത്ര പ്രോബ്ലം ഒന്നും സ്മോക്കേഴ്സോ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ദേ ആർ അഡിക്ട്സോ അല്ലെങ്കിൽ 50 സിഗരറ്റ് വലിക്കുന്ന ഒരാളാകുമ്പോൾ പ്രോബ്ലി ഇറ്റ് ക്യാൻ എഫക്ട് ദ സ്പേം കൗണ്ട്, അങ്ങനെയൊക്കെ വരാമെന്നല്ലാതെ ഒരു 2 സിഗരറ്റ് വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വേ ദേ ടേക്ക് എ സ്മോൾ ഡ്രിങ്ക്, അതൊന്നും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതങ്ങനെ വലുതാക്കാന്നല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ഇൻ്റർഫിയർ വിത്ത് ദിയർ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് അറ്റ് ഓൾ. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ, ഇത്ര ഇൻഫോർമേറ്റീവായ ഇൻഫർമേഷൻ ഞങ്ങളോട് ഇന്ന് സംസാരിച്ചതിന്. വിലപ്പെട്ട സമയം, ബിസി ആണെന്ന് എനിക്കറിയാം, കോൾസ് വരുന്നു. എന്തായാലും താങ്ക് യു. താങ്ക് യു. റൈറ്റ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സൈമ ദ വുമൻസ് ഹോസ്പിറ്റലിലെ ഫീറ്റൽ മെഡിസിൻ ഡോക്ടറായ ഡോക്ടർ ലിബി മധുസൂദനാണ്. ഡോക്ടർ സ്വാഗതം. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ ഫീറ്റൽ മെഡിസിൻ സത്യത്തിൽ എന്താണ് ഡോക്ടർ ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത്? ഗർഭസ്ഥ ശിശുവിന്റെ പരിചരണം, അതാണ് ശരിക്കും പറഞ്ഞ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്. പരിചരിക്കുന്ന ഒരാൾ, ഓക്കെ, അത് ഗൈനക്കോളജിസ്റ്റ് ആണ് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. റേഡിയോളജിയിലും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്ന, അതിൽ ഗർഭസ്ഥ, അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള ശിശുവിൻ്റെ സ്കാനിൽ നമുക്ക്
കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഫീറ്റൽ ഫീറ്റൽ മെഡിസിൻ. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ നേരത്തെ ഗൈനക്ക് സെപ്പറേറ്റ് ആയിരുന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഈ ഫീറ്റൽ മെഡിസിൻ ഇങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഗൈനക്കും ആണ്, അറ്റ് ദ സെയിം ടൈം ഇതും അറിയാൻ പറ്റും. അപ്പം എന്തൊക്കെ സ്പെഷ്യലാലിറ്റീസ് ആണ് അങ്ങനെ ഒരു ഡോക്ടറിന് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കാനുള്ളത്? അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം കുഞ്ഞിനെ കാണാനും നമുക്ക് പറ്റുന്നൊരു ഭാഗ്യമാണ് ഗൈനക്കോളജിസ്റ്റ് ഫീറ്റൽ മെഡിസിൻ എടുക്കാൻ പറ്റുന്നത്. കുഞ്ഞിൻ്റെ അവസ്ഥകൾ അനുസരിച്ചിട്ട് നമുക്ക് ആ അമ്മയോട് സംസാരിക്കാനും പറ്റുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് ഫീറ്റൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനൊരു കോഴ്സിൻ്റെ എന്ത് പ്രത്യേകത? അതായത് ഇതിപ്പോൾ ഞാനൊരു പ്രഗ്നന്റ് ലേഡിയാന്ന് കൂട്ടിക്കോ, എൻ്റെ ബേബിക്കും എനിക്ക് എന്താണ് ഈ ഒരു ഫീറ്റൽ മെഡിസിൻ വഴി കിട്ടുന്നത്, എന്തൊക്കെ അറിയാൻ പറ്റും ഇതിൽ കൂടെ? സാധാരണ അല്ല, ഫീറ്റൽ മെഡിസിനിൽ നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ഗ്രൂപ്പാണ് കൂടുതലും വരുന്നത്. ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ഗ്രൂപ്പുകളുണ്ട് കുറേ പോലെ, മൾട്ടിപ്പിൾ പ്രഗ്നൻസിയും ഇതെല്ലാം സാധാ ഗൈനക്കോളജിസ്റ്റുമാരും നോക്കും. പക്ഷേ നമ്മൾ കുഞ്ഞിൻ്റെ ഓരോ സ്റ്റേജിലുള്ള വളർച്ചകളും അമ്മയുടെ കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാനിലെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ ഭാഗത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ഫ്ലോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അവരെ ഒരു മാസം കഴിഞ്ഞിട്ട് വരേണ്ടതാണോ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നോക്കേണ്ടതാണോ, അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഡെയിലിയോ നോക്കേണ്ട സ്കാൻസ് ഉണ്ടാവും നമുക്ക് ഓരോ പ്രഗ്നൻസിയുടെ ഓരോ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് ഇവരായിട്ട് നമുക്ക് സംസാരിക്കാനും നല്ലൊരു ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് ഓഫ്കോഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ പൊതുവേ ചില കുഞ്ഞുങ്ങൾ ഡെലിവറിക്ക് ശേഷം ഡെലിവറിയോടുകൂടി മരിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്, എംബ്രിയോസ് ഫീറ്റസ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഒരു പരിമിതി വരെ നമുക്ക് തടയാൻ പറ്റും ഇതറിയുമ്പോൾ. നമുക്ക് നേരത്തെ, അതായത് ഒരു 8-ാം മാസം ആകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ആ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോസ് കുറവാണ്, അല്ലെങ്കിൽ ആ ബ്ലഡ് ഫ്ലോസിൽ എന്തെങ്കിലും പ്രഷർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസത്തിലല്ലാണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ വിളിക്കാൻ നമുക്ക്. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഈ കുഞ്ഞിന് ഇനി ഉള്ളിലിരുന്നാൽ അപകടമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ നേരത്തെ പ്രസവിപ്പിക്കാൻ പറയും. അതുവഴി നമുക്ക് കുഞ്ഞ് ഉള്ളിലിരുന്ന് മരിക്കുന്നത് അവോയ്ഡ് ചെയ്യാനുള്ള പറ്റും നമുക്കിങ്ങനെ രീതിയിൽ സ്കാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു കരിയറിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടർ ആസ് എ പേഴ്സണലി ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ട് എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയ എന്തെങ്കിലും ഒരു കേസസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒത്തിരി അങ്ങനത്തെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് നോക്കുന്ന ഇതായതുകൊണ്ട് ഓരോ കേസും ചലഞ്ചിങ് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു, സോ ഇത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച ചെയ്യുന്നതല്ല. ഒരു ഇത്രയും നാളും നോർമലായി പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു അബ്നോർമാലിറ്റിയിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഹൈ റിസ്ക് നമ്മുടെ മുമ്പിൽ ആദ്യം തൊട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഇന്ന പ്രശ്നങ്ങൾ വരാം എന്നൊക്കെ പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈശ്വര കൃപയിൽ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങോളം പോയി നല്ല നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുകളിലൊരാളുണ്ട്, ഇതെല്ലാം ഒരു തീരുമാനിക്കുന്ന ഒരാളുണ്ട്. അതിൽ ജസ്റ്റ് ഒരു മിയർ ഇൻസ്ട്രുമെന്റ്സ് ആണ് ശരിക്കും നമ്മൾ സ്കാനിലെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരോട് പറയാം ഇത് ഒരു അപകട നിലയിലേക്ക് പോവുകയാണ്, അതിന് മുന്നേ നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ ഈ കുഞ്ഞിന് ഭാവിയിൽ നല്ലൊരു ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. ഡെഫിനറ്റ്ലി അമ്മയ്ക്കും അച്ഛനും ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. എന്താണ് നമ്മുടെ ഈ ഫീറ്റൽ മെഡിസിൻ്റെ പ്രൊസീജിയേഴ്സ്, ടെക്നിക്കൽ വശമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഇതൊരു നടക്കുന്നത്? കൊറിയോണിക് വില്ല സാമ്പിളിങ് ഈ 11-13 ആഴ്ചയുടെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മറുപിള്ള ടെസ്റ്റ് ചെയ്യാന്ന് പറയും. അത് ശരിക്കും കുഞ്ഞിൻ്റെ DNA തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് തോന്നുകയാണ് സ്കാനിൽ, ആ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് നമുക്ക് പറയാം. നമുക്ക് ആ ഒരു മറുപിള്ള പരിശോധിക്കുവാണെങ്കിൽ ഈ കുഞ്ഞിന് ആ അസുഖം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. കാരണം ഡേ 1 മുതൽ ആ അമ്മ ആ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം അൺഫോർച്ചുനേറ്റ്ലി ചില ജനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ സംശയാസ്പദമായി നമ്മൾ സ്കാനിൽ കാണുന്നത്. അങ്ങനെ കണ്ടുവരുമ്പം നമുക്ക് 11 ആഴ്ചയിൽ നമുക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ കൊറിയോണിക് വില്ല സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 16-ാമത്തെ ആഴ്ച മുതൽ നമുക്ക് ആംനിയോസെൻറ്റസിസ്, അതായത് വെള്ളം കുത്തിയെടുക്കുന്ന പ്രൊസീജിയർ. വെള്ളം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ യൂറിൻ. അപ്പോൾ അതുവഴി നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഓരോ മാസവും കടന്നു പോകുന്നതിനോടൊപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കൂടി വരുമ്പോൾ അവർക്ക് മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചില കേസുകൾ നമ്മൾ കേസസ് അനുസരിച്ചിട്ട് നമ്മൾ കൊറിയോണിക് വില്ല സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്ലാസൻ്റ നിന്ന് നമ്മൾ ബയോപ്സി എടുക്കുന്ന പോലെ പ്ലാസൻ്റയിൽ നിന്ന് ആ ഒരു സെൽസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതോ, അല്ലെങ്കിൽ വെള്ളം കുത്തിയെടുക്കുന്ന പ്രൊസീജിയർ 16 വീക്സ് to 20 വീക്സ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ നോർമലി ഈ ഒരു പ്രൊസീജിയേഴ്സിനെ പറ്റി ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് നോർമലി നമുക്ക് വരുന്ന 2-3 ക്വസ്റ്റ്യൻ ഇത് പെയിൻഫുൾ ആണോ, ഇത് അഫോർഡബിൾ ആണോ, ഇങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരും. അപ്പം അത് ഡോക്ടർ എന്താ ഡോക്ടറിന് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നമുക്കിപ്പം ഓരോ ദിവസവും നമുക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അഫോർഡബിളിന്റെ കാര്യത്തിനല്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് പെയിൻഫുൾ ആയിരുന്നു എന്നാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ചെറിയ വേദന ഉണ്ടാവും, ഒരു ചെറിയ സിറിഞ്ച് ഉണ്ടാവും. ആ ചെറിയ സിറിഞ്ച് നമ്മൾ പ്രോബ് വെച്ചിട്ട് അബ്ഡോമൻ വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ കൂടെ കാണുക ഏത് ഭാഗത്തു കൂടെ നമ്മൾ പോകണം എന്നുള്ളത്. അത് ചിലപ്പോൾ ഇറങ്ങുന്ന ചില പേഷ്യൻസിന് അറിയത്ത് പോലും ഉണ്ടാവില്ല. ചില പേഷ്യൻസിന് അത് കണ്ട് പേടിച്ച് മനസ്സിൽ ഇപ്പൊ പെയിൻ വരും എന്നുള്ള രീതിയിൽ അങ്ങനെ പെയിൻഫുൾ ആവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. ഈ ഒരു ഫീറ്റൽ മെഡിസിൻ വഴി നെക്സ്റ്റ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ആസ് എ ഡോക്ടർ എന്ന രീതിയിൽ ഡോക്ടർ ഇംപ്ലാന്റ് ചെയ്യുന്നത്? ഇല്ല, ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പം കുഞ്ഞിന്റെ ലങ്ങിന്റെ ഭാഗത്ത് ഒരു മുഴ പോലെ വരുവാണെന്നുണ്ടെങ്കിൽ, പണ്ട് കുഞ്ഞിന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ശ്വാസം വലിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കുഞ്ഞ് മരിച്ചു പോകുന്ന കേസുകളുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മുഴ വേണമെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തോ അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തോ നമുക്കത് ആ ഒരു സൈസ് കുറയ്ക്കാം. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു നമുക്ക് ബലൂൺ പോലെ എന്തെങ്കിലുമൊക്കെ ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ജനിച്ച ഉടനെ അതെടുത്ത് മാറ്റുകയും നമുക്കത് ലാപ്രോസ്കോപ്പി പോലെ ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അത് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറ്റിയിട്ട് സാധാരണ ഒരു ലൈഫിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ പൊതുവെ ഈ വരുന്ന പേഷ്യൻസിന് കുറെ സംശയങ്ങൾ കാണുമല്ലോ, അതെന്താ ജനറലി ഉള്ള ഒരു പേഷ്യൻസിന് വരുന്ന സംശയങ്ങൾ? അല്ല, ഇതിപ്പോ സ്കാൻ മാത്രം പോരെ, എന്തിനാ ബാക്കി ഒരു ജനറ്റിക് ടെസ്റ്റിന്റെ ആവശ്യം എന്നുള്ളത്. സ്കാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സ്റേയിൽ നമുക്ക് എടുക്കുമ്പോൾ കയ്യിലെ വളവും ഇതും എല്ലാം അറിയാം. പക്ഷെ ആ ബോഡിയുടെ ഉള്ളിലുള്ള, അതായത് ബ്ലഡിൽ എന്തെങ്കിലും അസുഖങ്ങളോ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുന്ന ഡെഫിനറ്റ്ലി നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് വഴിയാണ്. അപ്പൊ നമുക്കൊരു പേഷ്യന്റിനെ മാക്സിമം സഹായിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ ഈ സ്കാനും ഈ ഒരു ബ്ലഡ് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പൈൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട് 3-ാം മാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റും സ്കാനും കൂടെ ഒരുമിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആക്യുറസി ലെവൽ ഭയങ്കരമായി കൂടുന്നത്. ഇപ്പൊ സ്കാനിൽ നമുക്കിപ്പം തലയിൽ വെള്ളക്കെട്ടിലുണ്ടോ, മുറിച്ചുണ്ടോ, ഹാർട്ടിന് വാൽവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാലിൽ വളവുണ്ടോ, കയ്യിൽ വളവുണ്ടോ, മൂക്കിന്റെ പാലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്കാനിൽ അറിയാൻ പറ്റും. പക്ഷെ ആ കുഞ്ഞിന്റെ ബ്ലഡിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നമുണ്ട്, അത് ആ സ്പോട്ടിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങുമോ? ട്രീറ്റ്മെന്റിനേക്കാളും ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്കാൻ വഴി ഈ ബ്ലഡ് ടെസ്റ്റ് വഴിയും കൂടെയാണ് നമ്മൾ ചില ഹൈ റിസ്കിലേക്ക് പോകുന്നത്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യാൻ വിധേയമാക്കും. അപ്പം ഡൗൺ സിൻഡ്രോം അക്സെപ്റ്റ് ചെയ്ത് അങ്ങോളം എനിക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന പേരൻസ് ഉണ്ട്, ഇല്ല ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും, ഈ കുഞ്ഞിന് ഈ ഒരു അസുഖമാണ്, ഈ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവും, അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ഈ കുഞ്ഞിന് ലൈഫിന് ബുദ്ധിമുട്ട് വരുന്ന കുറെ കാര്യങ്ങളുള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുക്കാൻ പറ്റും. ഒരു പ്രഗ്നന്റ് ലേഡിയോട് എന്താ ഡോക്ടർ പറയാനുള്ളത്? ആസ് എ ഗൈനക്, ആസ് എ ഫീറ്റൽ മെഡിസിൻ എന്ന രീതിയിൽ ഡോക്ടർ എന്താ ഫൈനലി നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിനോട്? ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമുക്കൊരു അബോർഷൻ സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചുപോയ കേസിലാണെങ്കിൽ നമ്മളതിനെ വർക്കപ്പ് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിക്ക് നമുക്ക് ധൈര്യത്തോടെ പോകാം. ഈ ധൈര്യം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. സ്കാൻസ് നോക്കിയും ബ്ലഡ് ഫ്ലോസ് ഒക്കെ എല്ലാം നോക്കിയും ഇതേപോലത്തെ ടെസ്റ്റുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടും എല്ലാം നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ പ്രഗ്നൻസികളും ഡിഫറെൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ് യൂഷ്വലി പേഷ്യൻസിന് കാണാറുണ്ട്. അത് ഒഴിവാക്കുക. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അറിയുന്ന പരിധിയിൽ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു ഡോക്ടറോട് ചോദിച്ച് എപ്പോഴാണ് എനക്ക് അറിയുന്നത് എന്നുള്ളൊരു കാര്യം, എന്താണ് വെള്ളം പൊട്ടി പോകുന്നത്, എങ്ങനെയായിരിക്കും, ചെറിയൊരു വജൈനൽ ഡിസ്ചാർജ് വന്നത് വെള്ളം പൊട്ടി പോകലാണോ, അത് ഓക്കെ ആണോ, അതോ ഈ പ്രശ്നമുണ്ടോ, എനിക്ക് ഇൻഫെക്ഷൻ ആണോ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഡോക്ടറോട് സംസാരിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു വലിയൊരു കാര്യം എനിക്ക് പറയണം. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. സൗഖ്യത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയൊരു അതിഥിയുമായി മറ്റൊരു ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം.